ഹായ്, യൂണിറ്റ് 3ത്തെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള മധുർ വചന്റെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഈ 3 പോയറ്റ്സിനെ പറ്റിയിട്ട് ഒന്ന് ബ്രീഫായിട്ട് നോക്കാം. ആദ്യം കബീർദാസ്. കബീർദാസ് കാ ജന്മസ്ഥാൻ കാശി മാനാ ജാതാ ഹൈ. കാശിയാണ് കബീർദാസിൻ്റെ ബർത്ത് പ്ലേസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. വേ മധ്യകാലീൻ ഭാരത് കെ ഭക്ത് കവി ഏവം സമാജ് സുധാരക് ഥേ. അദ്ദേഹം മിഡീവൽ ഇന്ത്യത്തെ ഭയങ്കര ഗ്രേറ്റ് ആയിട്ടുള്ള പോയറ്റും ഒരു സോഷ്യൽ റിഫോമറുമായിരുന്നു, ഒരു സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു. साधना के क्षेत्र में वे युग युग के गुरु थे. उन्होंने संत काव्य का पथ प्रदर्शन कर സാഹിത്യ ക്ഷേത്ര में നവനിർമ്മാൺ किया था. സ്പിരിച്വൽ പ്രാക്ടീസിൻ്റെ ഫീൽഡിൽ അദ്ദേഹം എക്കാലത്തെയും ഒരു ഗുരുവായിരുന്നു, ഒരു ടീച്ചറായിരുന്നു. അദ്ദേഹം സന്ത് കാവ്യങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ തോട്ട്സൊക്കെ എക്സ്പ്രസ് ചെയ്യുകയും ലിറ്ററേച്ചറിനെ ഒരു പുതിയ ഡയറക്ഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സന്ത് കാവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൻറ്റുകളൊക്കെ എഴുതുന്ന കാവ്യങ്ങളാണ്. സന്ത് ട്രഡീഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും. സന്ത് ട്രഡീഷൻ എന്താണെന്ന് വെച്ചാൽ അതൊരു ലിറ്റററി മൂവ്മെൻ്റ് ആണ്, ലിറ്റററിയും സ്പിരിച്വലും മൂവ്മെൻ്റ് ആണ്. മിഡീവൽ ഇന്ത്യയിൽ ഒരു 13th സെഞ്ച്വറി ടു 17th സെഞ്ച്വറി വരെ ഉണ്ടായിരുന്ന ഒരു ലിറ്റററി മൂവ്മെൻ്റ് ആണ് സന്ത് ട്രഡീഷൻ എന്ന് പറയുന്നത്, സന്ത് പരമ്പര എന്ന് പറയുന്നത്. സന്ത് ട്രഡീഷൻ എന്താണെന്ന് വെച്ചാൽ ജാതി വിവേചനവും അർത്ഥശൂന്യമായ ആചാരങ്ങളും തുടങ്ങിയ സാമൂഹിക തിന്മകളെയൊക്കെ എതിർത്തിരുന്ന, സ്നേഹവും സമത്വവും ദൈവഭക്തിയും അതിനൊക്കെ പറ്റിയിട്ട് പ്രസംഗിച്ചിരുന്ന ഒരു ഭക്തി പ്രസ്ഥാനമാണ്. അപ്പോൾ സന്ത് ട്രഡീഷനിലെ ഒരു മെയിൻ ആൾ തന്നെയായിരുന്നു കബീർദാസും. അദ്ദേഹം അങ്ങനത്തെ സന്ത് കാവ്യങ്ങളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ വ്യൂസൊക്കെ എക്സ്പ്രസ് ചെയ്തിരുന്നത്. സാഖി, സബദ് ഓർ രമൈനി ഉൻകി മുഖ്യ രചനായേ ഹേ. സാഖി, സബദ്, രമൈനി എന്നുള്ളതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള രചനകൾ, മേജർ വർക്ക്സ് അതൊക്കെയാണ്. അടുത്തത് തുളസീദാസിനെ പറ്റി നോക്കാം. തുളസീദാസ് മധ്യകാലീൻ ഹിന്ദി സാഹിത്യക്കെ മഹാൻ രാം ഭക്ത് കവി ഥേ. തുളസീദാസ് മിഡീവൽ ഇന്ത്യത്തെ ഭയങ്കര രാമഭക്തനായ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു പോയറ്റായിരുന്നു. ഉൻഹോനെ രാംചരിതമാനസ്, വിനയ പത്രിക, കവിതാവലി, ഗീതാവലി ജैसे പ്രസിദ്ധ ഗ്രന്ഥോं की रचना की है. അദ്ദേഹം രാമചരിതമാനസ്, വിനയപത്രിക, കവിതാവലി, ഗീതാവലി എന്നീ പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അടുത്തത് റഹീമിനെ പറ്റി നോക്കാം. അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് അബ്ദുർ റഹീം ഖാൻ ഖാന എന്നാണ്. അബ്ദുർ റഹീം ഖാൻ ഖാന ഭക്തികാൽ കെ പ്രമുഖ് കവിയോ മേ ഏക് ഥേ. അദ്ദേഹം ഭക്തികാലത്ത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പോയറ്റാണ്. ഹിന്ദി ലിറ്ററേച്ചറിനെ ആചാര്യ രാംചന്ദ്ര ശുക്ലയാണ് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തത് വീർ ഗാഥാകാൽ, രണ്ടാമത്തത് ഭക്തികാൽ, മൂന്നാമത്തത് രീതികാൽ. ഇതിൽ രണ്ടാമത്തെ ഭക്തികാലിലാണ് റഹീമൊക്കെ ഉണ്ടായിരുന്നത്. റഹീം ആ കാലത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പോയറ്റായിരുന്നു. ഭക്തികാലം ഏകദേശം 14th സെഞ്ച്വറി തൊട്ട് 17th സെഞ്ച്വറി വരെ ഉണ്ട്. ഉൻകാ ജന്മ ദില്ലി മേ ഹുവ. അദ്ദേഹം ഡൽഹിയിലാണ് ജനിച്ചത്. വ്യാവഹാരിക് और सरल ब्रज भाषा के प्रयोग के जरिए काव्य में भक्ति, नीति, प्रेम आदि के लिए वे स्मरणीय हैं. അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ ഭക്തി, നീതി, സ്നേഹം എല്ലാം ഭയങ്കര സിമ്പിളായിട്ടുള്ള രീതിയിലാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. റഹീം ദോഹാവലി, ബർവൈ ആദി ഉൻകി പ്രമുഖ രചനായേ ഹേ. റഹീം ദോഹാവലി, ബർവൈ ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ മേജർ ആയിട്ടുള്ള വർക്ക്സ്. ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. സഹി മിലാൻ കരേ. ഒരു സൈഡിൽ ഈ ദോഹയത്തെ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴത്തെ സൈഡിൽ ഇപ്പോഴത്തെ മോഡേൺ ഹിന്ദിയിലുള്ള വേർഡ്സിൻ്റെ മീനിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യണം. ബാണി, ബാണി എന്ന് പറഞ്ഞാൽ വാണി എന്നാണ് അർത്ഥം. വാണീൻ്റെ മീനിങ് വചൻ എന്നാണ്, അതായത് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ. അടുത്തത് ആപ്പ. ആപ്പ എന്ന് പറഞ്ഞാൽ അഹംഭാവമാണ്, ആരോഗൻസ് അല്ലെങ്കിൽ അഹങ്കാരം എന്നൊക്കെ പറയുന്നതാണ്. അടുത്തത് സീതൽ. സീതളിൻ്റെ ഇപ്പോഴത്തെ ഹിന്ദിയിലുള്ള മീനിങ് ശീതൾ എന്നാണ്. കൂൾ എന്നുള്ള ഒരു അർത്ഥമാണ് ശീതളിനുള്ളത്. അടുത്തത് തീനി. തീനി എന്ന് പറഞ്ഞാൽ തീനോ എന്നാണ് അർത്ഥം, മൂന്നും എന്നുള്ള അർത്ഥമാണ്. അടുത്തത് നാസ്. നാസ് എന്ന് പറഞ്ഞാൽ നാശാണ്, ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുക, നശിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. അടുത്തത് തോരോ. തോടോ എന്നാണ് അതിൻ്റെ മോഡേൺ ഹിന്ദിയിലുള്ള വേർഡ്. തോടണ എന്ന് വെച്ചാൽ പൊട്ടിക്കുക, ബ്രേക്ക് ചെയ്യുക. അടുത്തത് ജുരേ. ജുഡേ എന്നാണ് അർത്ഥം, അതായത് കൂട്ടിച്ചേർക്കുക, പൊട്ടിയതിനെ വീണ്ടും കൂട്ടിച്ചേർക്കുക. അവസാനത്തത് ആസ് ആണ്. ആസ് എന്ന് പറഞ്ഞാൽ ആശ എന്നാണ് അർത്ഥം. അടുത്തത് ഇൻ ആശയ വാലി പങ്ക്തിയോ കോ ദോഹോ സെ ഛാട്ട് കർ ലിഖേं.
താഴെ കൊടുത്തിരിക്കുന്ന അർത്ഥങ്ങളുള്ള വരികൾ ദോഹയിൽ നിന്ന് എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേത്, ഹമേ അപ്നെ ശരീർ മേ പ്രാൺ രഹത്തെ തക് ദയാഭാവ് കോ ത്യാഗ്ന നഹി ചാഹിയെ. നമ്മുടെ ജീവനുള്ളിടത്തോളം കാലം നമ്മളെല്ലാവരോടും ദയയോടുകൂടി പെരുമാറണം. ദയയില്ലാതെ ആരോടും പെരുമാറരുത്. അതായത് ആ ദയാഭാവം ത്യജിക്കാൻ പാടില്ല. ഇതേ മീനിങ് വരുന്നത് തുളസിദാസ് എഴുതിയിട്ടുള്ള ദയാധർമ്മ കാ മൂൽ ഹെ എന്നുള്ള ആ ദോഹേൻ്റെ സെക്കൻഡ് ലൈനാണ്. തുളസി ദയാ ന ഛോഡിയെ ജബ് തക് ഘട്ട് മേ പ്രാൺ. ഈ ലൈനാണ് ഇതേ മീനിങ് വരുന്നത്. അടുത്തത്, सार्थक बातों को अपनाना चाहिए और बेकार की बातों को छोड़ देना चाहिए. അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കുകയും ഉപയോഗശൂന്യമായിട്ടുള്ള കാര്യങ്ങൾ വിട്ടുകളയുകയാണ് ചെയ്യേണ്ടത്, ഉപേക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതേ മീനിങ് വരുന്നത് കബീർദാസ് എഴുതിയിട്ടുള്ള രണ്ടാമത്തെ സാധു ഏസാ ചാഹിയെ എന്ന് തുടങ്ങുന്ന ദോഹയുടെ സെക്കൻഡ് ലൈനാണ്. സാർ സാർ കോ ഗഹി റഹൈ തോഥ ദേയി ഉഡായ്. അടുത്തത്, अगर प्रेम का धागा एक बार टूट जाए तो फिर इसे जोड़ना मुश्किल होता है. अगर जुड़ भी जाए तो उसमें गांठ पड़ जाती है. സ്നേഹം ഒരു നേർത്ത ചരട് പോലെയാണ്. അത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ കൂട്ടി കെട്ടാൻ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി എങ്ങാനും അത് വീണ്ടും കൂടുക തന്നെ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു കെട്ട് എപ്പോഴും നിലനിൽക്കുമെന്നാണ് പറയുന്നത്. വീണ്ടും നമ്മൾ അതിനെ കൂട്ടി കെട്ടുകയാണെങ്കിൽ അവിടെ എപ്പോഴും ആ കെട്ട് നിലനിൽക്കും, പഴയ പോലെ ഒരിക്കലും ആവില്ല എന്നാണ് പറയുന്നത്. ഇതേ അർത്ഥം വരുന്നത് റഹീം എഴുതിയിട്ടുള്ള രണ്ടാമത്തെ ആ റഹിമൻ ധാഗ പ്രേംക എന്ന് തുടങ്ങുന്ന ദോഹയുടെ സെക്കൻഡ് ലൈനാണ്. ടൂട്ടെ പൈ ഫിർ നാ ജുരേ പഠിത് ദോഹോ കാ ആശയ ലിഖേ. ഇപ്പം നമ്മൾ പഠിച്ച ഈ 6 ദോഹകളുടെയും അർത്ഥം, ആശയം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം കബീർ എഴുതിയിട്ടുള്ള 2 ദോഹകൾ വായിക്കാം. ऐसी बाणी बोलिए मन का आपा खोई, अपना तन शीतल करई औरन को सुख होई. ഇതിൻ്റെ അർത്ഥം, ऐसी वाणी बोलो जिससे तुम्हारा अहंकार मिट जाए, ऐसी मीठी वाणी से तुम्हारा तन मन भी शांत रहेगा और दूसरों को भी सुख मिलेगा. നമ്മുടെ ഈഗോ പോകുന്ന രീതിയിൽ, അതായത് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാതെ നല്ല പൊളൈറ്റായിട്ട് സംസാരിക്കുക. ഇങ്ങനത്തെ സംസാരം, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഭയങ്കര ജെൻറ്റിലായിട്ടും പൊളൈറ്റായിട്ടും സംസാരിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും നല്ലതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അത് സന്തോഷം നൽകുകയും ചെയ്യും. അടുത്ത ദോഹ നോക്കാം. സാധു ഏസാ ചാഹിയെ ജൈസാ സൂപ് സുഭായ്, സാർ സാർ കോ ഗഹി രഹൈ തോഥാ ദേയി ഉഡായ്. സാധു എന്ന് വെച്ചാൽ ജ്ഞാനി എന്നാണ് പറയുന്നത്. അപ്പം ജ്ഞാനി എങ്ങനെയായിരിക്കണം എന്ന് വെച്ചാൽ ഒരു മുറം പോലെ ആയിരിക്കണം. വിന്നോയിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന മുറങ്ങളില്ലേ, ഇങ്ങനെ നമ്മൾ ഗ്രെയിൻസിൽ നിന്ന് ഹസ്ക് മാത്രം സെപ്പറേറ്റ് ചെയ്യാനായിട്ട് മുറം ഉപയോഗിക്കുമല്ലോ. ആ മുറത്തിൽ നിന്ന് അപ്പോൾ ഗ്രെയിൻസ് മാത്രം അതിൽ നിന്നിട്ട് ഹസ്കൊക്കെ പറന്നു പോവാണ് ചെയ്യുക കാറ്റത്ത്. അതുപോലെ ആയിരിക്കണം ഒരു കറക്റ്റായിട്ടുള്ള ജ്ഞാനി. ശരിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ, ഉപയോഗശൂന്യമായ കാര്യങ്ങളൊക്കെ എടുക്കാതിരിക്കുക, പറത്തി വിടുക, കാറ്റത്ത് പറത്തി വിടുന്ന പോലെ ചെയ്യാന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഹിന്ദി മീനിങ് നോക്കാം. സാധു കാ സ്വഭാവ് സൂപ് ജൈസാ ഹോനാ ചാഹിയെ, जैसे सूप अनाज का दाना अपने पास रख लेता है और व्यर्थ भूसी को उड़ा देता है, वैसे ही साधु को भी अच्छाई ग्रहण कर लेना चाहिए और बुराई को छोड़ देना चाहिए. അപ്പോൾ കബീർദാസ് എഴുതിയിട്ടുള്ള 2 ദോഹകളുടെ അർത്ഥം നമ്മൾ നോക്കി. ഇനി അടുത്തത് തുളസിദാസ് എഴുതിയിട്ടുള്ള 2 ദോഹകളുടെ അർത്ഥം നോക്കാം. ആദ്യത്തെ ദോഹ, ദയാ ധർമ്മ കാ മൂൽ ഹെ പാപ് മൂൽ അഭിമാൻ, തുളസി ദയാ ന ഛോഡിയെ ജബ് തക് ഘട്ട് മേ പ്രാൺ. എല്ലാ നല്ല കാര്യങ്ങളുടെയും അടിസ്ഥാനം, എല്ലാ ധർമ്മങ്ങളുടെയും അടിസ്ഥാനം ദയയാണ്, അല്ലെങ്കിൽ കാരുണ്യമാണ്. എല്ലാ പാപങ്ങളുടെയും അടിസ്ഥാനം അഹങ്കാരമാണ്. അതായത് ദയയോടുകൂടി പെരുമാറിയാൽ നമുക്ക് നല്ലതുണ്ടാവുള്ളൂ. അഹങ്കാരത്തോടു കൂടി പെരുമാറിയാൽ പാപങ്ങളായിരിക്കും ഉണ്ടാവുക, നമുക്ക് മോശം കാര്യങ്ങളായിരിക്കും നമുക്ക് ഉണ്ടാവുക. അതുകൊണ്ട് ശരീരത്തിൽ ജീവൻ ഉള്ളിടത്തോളം കാലം ഒരിക്കലും കാരുണ്യം ഉപേക്ഷിക്കരുത് എന്ന് തുളസിദാസ് പറയുന്നു. അതായത് നമ്മൾ മരിക്കുന്നത് വരെ ആരോടും ദയയില്ലാതെ പെരുമാറരുത്, എല്ലാവരോടും ദയോടുകൂടി തന്നെ പെരുമാറണം. ഇതിൻ്റെ ഹിന്ദി മീനിങ് നോക്കാം. दयालुता धर्म का जड़ है और अभिमान पाप की जड़ है. तुलसीदास कहते हैं कि जब तक शरीर में प्राण है तब तक दया को कभी मत छोड़ो. അടുത്തത് सचिव वैद्य गुरु तीनी जव प्रिय बोल ही भय आस राज धर्म तन तीनी कर
ഹോയി ബേഗിഹി നാസ്. ഒരു മന്ത്രിയോ ഡോക്ടറോ അധ്യാപകനോ ഒക്കെ സത്യം പറയുന്നതിന് പകരം ഭയം കൊണ്ടോ, അതായത് പേടി കൊണ്ടോ അല്ലെങ്കിൽ സ്വാർത്ഥ ലക്ഷ്യങ്ങൾ കൊണ്ടോ മറ്റുള്ളവർക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ മാത്രം പറയുകയാണെങ്കിൽ രാജ്യവും മതവും ആരോഗ്യവും എല്ലാം പെട്ടെന്ന് തന്നെ നശിച്ചു പോകും. രാജാവിൻ്റെ കോർട്ടിലുള്ളൊരു മന്ത്രി ഒരിക്കലും രാജാവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല സജഷൻസ് പറയേണ്ടത്, അഡ്വൈസസ് പറയേണ്ടത്. കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ, ആ രാജ്യത്തിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ വേണം അഡ്വൈസസ് ആയിട്ട് പറയാൻ. ഒരു ഡോക്ടർ കറക്റ്റായിട്ട് പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് വേണം ചെയ്യാനായിട്ട്. അല്ലാണ്ട് വെറുതെ പേഷ്യൻറ്റിനെ ഒന്ന് കംഫർട്ട് ചെയ്യാൻ മാത്രമല്ല അയാൾ ശ്രമിക്കേണ്ടത്. പിന്നെ ഒരു ടീച്ചർ സ്റ്റുഡൻറ്റിനെ കറക്റ്റായിട്ടുള്ള ഒരു പാത്തിൽ വേണം ഗൈഡ് ചെയ്യാൻ. സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയൊക്കെ ഒരു പാത്തിൽ വേണം ഗൈഡ് ചെയ്യാൻ. ഒരു കുട്ടിയെ കറക്റ്റായിട്ടുള്ള പാത്തിലൂടെ ഗൈഡ് ചെയ്തിട്ട്, കറക്റ്റായിട്ട് ധർമ്മത്തിൻ്റെ വഴിയിലൂടെ ഗൈഡ് ചെയ്തിട്ട് കൊണ്ടുവന്ന ഒരു ടീച്ചറാണല്ലോ. അപ്പോൾ അവർ അവരുടെ ജോലിയിൽ ഫെയിൽ ആവുകയാണെങ്കിൽ ധർമ്മം നശിക്കും എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഹിന്ദിയിലുള്ള ആശയം നോക്കാം. मंत्री, वैद्य और गुरु, यदि ये तीनों डर या लालच से केवल मीठी बातें ही कहें तो राज्य, धर्म और शरीर तीनों का शीघ्र नाश हो जाता है. അടുത്തത് റഹീം എഴുതിയിട്ടുള്ള 2 ദോഹകൾ നോക്കാം. ആദ്യത്തേത് मन मोती अरुदूध रस इनकी सहज सुभाय फट जाए तो न मिले कोटिन करो उपाय. നമ്മുടെ മനസ്സ്, മുത്തുകൾ, പാല് ഇതെല്ലാം ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളതാണ്. നമ്മുടെ ഹാർട്ട് ബ്രേക്ക് ആവുമോ അല്ലെങ്കിൽ ആ മുത്ത് താഴെ വീണ് പൊട്ടുകയോ പാല് കട്ട പിടിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിനൊരിക്കലും അതിൻ്റെ പഴയ ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഇതിൻ്റെ ഹിന്ദി മീനിങ് നോക്കാം. मन, मोती और दूध की प्रकृति बहुत नाजुक होती है. यदि मन दुखी हो जाए, मोती बिखर जाए या दूध फट जाए तो चाहे कितनी भी कोशिश की जाए उन्हें दोबारा वैसा शुद्ध रूप में पाना संभव नहीं होता. അടുത്ത ദോഹ നോക്കാം. रहीमन धागा प्रेम का मत तोड़ो चटकाए टूटे पै फिर ना जुरे जुरे गाठ परी जाए. സ്നേഹം ഒരു നേർത്ത നൂല് പോലെയാണ്. സ്നേഹബന്ധം ഒരു നേർത്ത നൂല് പോലെയാണ്. അതൊരിക്കലും ബ്രേക്ക് ചെയ്യരുത്, ഒരിക്കലും പൊട്ടിക്കരുത്. അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അതിനെ യഥാർത്ഥ ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. നമ്മളിനി അതെങ്ങാനും ശരിയാക്കുകയാണെങ്കിൽ തന്നെ അവിടെ ഒരു കെട്ട് നിലനിൽക്കും. ഒരു ത്രെഡ് നമ്മൾ പൊട്ടിച്ചിട്ട് വീണ്ടും ഒരുമിച്ച് കൂട്ടി കെട്ടിക്കഴിഞ്ഞാൽ ഒരു കെട്ട് അവിടെ ഉണ്ടാവില്ലേ? അതുപോലെ തന്നെ സ്നേഹബന്ധം മുറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അത് ഒന്നിപ്പിക്കാൻ നോക്കുമ്പോൾ എപ്പോഴും ഒരു കെട്ട് അവിടെ നിലനിൽക്കും എന്നാണ് പറയുന്നത്. അതായത് ഒരിക്കലും അതിനെ പഴയ ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അതിൻ്റെ ഹിന്ദി മീനിങ് നോക്കാം. प्रेम का बंधन बहुत नाजुक धागे जैसा होता है. इसे अचानक तोड़ना नहीं चाहिए क्योंकि यदि ये टूट जाए तो दोबारा जोड़ने पर भी उसमें गांठ पड़ जाती है, यानी संबंध पहले जैसे नहीं रहते. അടുത്തത് ദോഹോं का आलाप करें. ഈ ദോഹകൾ കറക്റ്റായിട്ടുള്ള ട്യൂണിൽ ചൊല്ലാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ. സ്നേഹപൂർവ്വം മാളവിക.